ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇവിടെ പടക്കമൊക്കെ പൊട്ടിക്കുന്ന ശബ്ദം കേൾക്കാം. ന്യൂ ഇയർ ആവല്ലേ. അപ്പം ഞാൻ ഓർത്തു കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. എന്തായാലും എൻ്റെ തംബ്നെയിൽ കണ്ടിട്ട് ക്ലിക്ക് ചെയ്തവരായിരിക്കുമല്ലോ നിങ്ങൾ മിക്കവരും. അത് നിങ്ങൾ 25 വയസ്സ് കഴിഞ്ഞവരാണോ? പോട്ടെ, 30, 32, 35, എല്ലാവരും ഇങ്ങനെ പോരെ. 90s കിഡ്സ് മെയിൻലി. ഞാനിവിടെ ഇന്ന് നിങ്ങളോട് എങ്ങനെ പൈസ സമ്പാദിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാം, അല്ലെങ്കിൽ വ്യത്യസ്ത കോഴ്സ് പഠിച്ച് അതാകാം ഇതാകാം എന്നൊന്നുമല്ല പറയാൻ പോകുന്നത്. ജസ്റ്റ് ഒരു റിയലൈസേഷൻ, വേണമെങ്കിൽ ഒരു ഉപദേശമായിട്ടും എടുക്കാം. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ചീന്തിയെടുത്ത കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, സോ എൻ്റെ വീഡിയോ ഓണാക്കിയവരോടും ക്ലിക്ക് ചെയ്തവരോടും നന്ദി. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ. ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് മെയിൻലി 30, 35 അല്ലെങ്കിൽ പോട്ടെ 28, 29 പഠിച്ചവരാകാം ഇതിൽ, അല്ലെങ്കിൽ പഠിക്കാൻ സാധിക്കാത്തവരാകാം, ഇനി എടുത്ത കോഴ്സ് തെറ്റിപ്പോയതാകാം, അല്ലെങ്കിൽ ഒത്തിരി പഠിച്ചിട്ടും ഒന്നും ആകാത്തവരാകാം. അങ്ങനെയുള്ള കൂട്ടരാണെങ്കിൽ ഇവിടെ സ്റ്റേ ഹിയർ. ഓക്കെ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കാര്യം, ഞാൻ ആരാ നിങ്ങൾക്കറിയത്തില്ല. തൽക്കാലം ഞാൻ ഈ ഒളിമറയിൽ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഡിഗ്രി, PG, BEd അത് ഇതൊക്കെ പഠിച്ചു. പക്ഷെ ഞാൻ ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല, പൈസയും സമ്പാദിക്കത്തില്ല. ഒബ്വിയസ്ലി ഗിൽറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഗിൽറ്റ് അടിച്ചപ്പം ഞാൻ ഓർത്തു, എന്നെപ്പോലെ കുറേ ആൾക്കാരും കാണുമായിരിക്കുമല്ലോ, എന്തായിരിക്കും ഇതിന് കാരണം അല്ലേ. അപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും, സംസാരമൊക്കെ നിർത്തി എന്ത് കാര്യത്തിലേക്കാണ് പറയാൻ പോകുന്നത്, അതിലേക്ക് കടന്നു വരാൻ പറയും. ഓക്കെ, കം ടു ദ പോയിൻറ്റ് എന്ന് പറയുമായിരിക്കും അല്ലേ. ഓക്കെ, ഞാൻ വരാം. ഇവിടെ എല്ലാവർക്കും ഒരു ചിന്ത ഉണ്ടാകും, കുറച്ച് പേർക്കെങ്കിലും ചിന്തയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പഠിച്ചു, എങ്ങും എത്തിയില്ല, അല്ലേ എന്നെ മാത്രം ആരും പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ ആരും കാണുന്നില്ല, ഞാൻ മാത്രം ഇവിടെ പട്ടിയെ പോലെ പണിയെടുക്കുന്നു, എനിക്കൊന്നും കിട്ടുന്നില്ല അല്ലേ. പണ്ടത്തെ ആ ചുറുചുറുക്കുള്ള എല്ലാത്തിനും ഫസ്റ്റ് മേടിച്ച എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആ ഒരു കുട്ടി ഇപ്പോൾ ആരും അറിയാതെ ഒരു മൂലയ്ക്ക് അല്ലെങ്കിൽ ലിമിറ്റഡായിട്ട് സമ്പാദിച്ചിരിക്കുമ്പം നമുക്ക് തന്നെ ഒരു ഗിൽറ്റ് ഫീൽ ഉണ്ടാകും. ആ ഗിൽറ്റ് ഫീലിങ്ങിലൂടെയാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങിയത്. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? കുറേ കാര്യങ്ങൾ ചെയ്യാം. അതിൽ നമുക്ക് പ്രധാനമായും വേണ്ടത് റിയലൈസേഷനാണ്. നമ്മൾ ആരാണ്, ഇപ്പോൾ എവിടെ നിൽക്കുന്നു, എന്ത് ചെയ്യാൻ ഇനി സാധിക്കും, കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ AI യുഗത്തിൽ ഏജ് ഒരു മാനദണ്ഡമായി ഞാൻ വെക്കുന്നില്ല, ആരും തന്നെ വെക്കുന്നില്ല. ഓക്കെ, നമുക്ക് ഈ റിയലൈസേഷൻ, അതായത് നമ്മളാരും കാണുന്നില്ല, കേൾക്കുന്നില്ല, നിങ്ങളെങ്ങും എത്തിയില്ല, ഞാൻ എവിടെ തെറ്റിയത് എന്നൊക്കെയുള്ള റിയലൈസേഷൻ എപ്പോഴായിരിക്കും വരിക? കോമൺ ആയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പം എൻ്റെ ഒപ്പത്തിനുള്ള ഫ്രണ്ട്സ് അങ്ങ് ഉയരത്തിലെത്തി എന്ന് പറയുമ്പോൾ ഞാനിവിടെ ആണല്ലേ. അപ്പോൾ അസൂയ എന്ന് ഞാൻ അതിനെ വിളിക്കുന്നില്ല, ഒരു തിരിച്ചറിവ്, ഞാനിവിടെ ആണല്ലേ, ഞാൻ എങ്ങും എത്തിയില്ല. അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നമ്മുടെ പ്രായമുള്ളവർ യാത്ര പോകുമ്പോൾ, ഒരു കുറേ സമ്പാദിക്കുമ്പോൾ, അവിടെ ഇവിടേക്കൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മാത്രം എന്തുകൊണ്ട് ഇതൊന്നും ചെയ്യുന്നില്ല, എനിക്ക് മാത്രം ഒന്നും സമ്പാദിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് സാധിക്കുന്നില്ല എന്നുള്ള ചിന്തയിൽ നിന്നാണ് എനിക്ക് എവിടെയാണ് തെറ്റിയത് എന്നുള്ളൊരു ബോധ്യം ഞാൻ, അല്ലെങ്കിൽ എന്നുള്ളൊരു ചിന്ത ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ പറയുവാണ്, ഈ അവരുടെ യാത്രയും ചിന്തകളും അല്ലെങ്കിൽ പൈസ മേടിക്കുന്നു ഒക്കെ വെറുതെ, ഇതൊക്കെ പറ്റിയില്ലാന്നേ എന്നിങ്ങനെ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പറ്റിക്കും അല്ലേ. പക്ഷേ ഇതൊക്കെ സത്യമായിരിക്കണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് യാത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ചില്ല് ചെയ്യുന്നത്, സമ്പാദിക്കുന്നത്, കാർ എടുക്കുന്നത്, വീടെടുക്കുന്നത് ഒക്കെ സത്യമായിരിക്കണേ ദൈവമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം എന്നാലല്ലേ വൺ ഡേ എപ്പോഴെങ്കിലും നമുക്കും അങ്ങനെ ആകാൻ പറ്റൂ. അതൊക്കെ സത്യമാണെങ്കിലല്ലേ ആ പാത്തിലൂടെ നമുക്കും പോകാൻ പറ്റൂ. അപ്പോൾ അത് അസൂയ എന്നുള്ള സ്കോപ്പ്, പലരും അതിനെ അങ്ങനെ ഒരു പേരിട്ട് വിളിക്കുവാണെങ്കിലും ഞാൻ അതിനെ ആ ഒരു ടേം ഇവിടെ നിന്ന് എടുത്ത് മാറ്റുകയാണ്. അപ്പം ആ റിയലൈസേഷൻ എന്നെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ചിന്തിപ്പിച്ചു. അങ്ങനെ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് പോകുന്ന വഴി കുറേ നല്ല കാര്യങ്ങൾ എൻ്റെ കണ്ണിൽപ്പെട്ടു. അപ്പം ഞാൻ ഓർത്തു അത് നിങ്ങളോട് പറഞ്ഞേക്കാം. ഏതായാലും ന്യൂ ഇയർ ഒക്കെ വരുമല്ലേ, ഇത് നിങ്ങൾക്ക് ഉപകാരമായാലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ പറഞ്ഞില്ലേ, ദുഃഖം, മനസ്താപം, സങ്കടം, ഞാനൊന്നും ആയില്ല, എന്നെവിടെ എത്തിയില്ല എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുവാണല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ മാനസികമായി തളർന്നു പോയി, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ തന്നെ ഈ തംബ്നെയിൽ കണ്ടുടനെ നിങ്ങൾ ക്ലിക്ക് ചെയ്തതും എന്തെങ്കിലും ഒരു ഹോപ്പുണ്ടോ എന്നറിയാനായിട്ടല്ലേ. സോ ഇങ്ങനെ ചെയ്ത എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ബിക്കോസ് നിങ്ങളുടെ മൈൻഡ് ഇപ്പോഴും സെർച്ച് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഒരു വഴി. നിങ്ങൾ തളർന്നു പോയിട്ടില്ല, നിങ്ങൾ മാനസികമായി അടിഞ്ഞു പോയിട്ടില്ല. ഇപ്പോഴും നിങ്ങളുടെ ബോഡി ഏതെങ്കിലും ഒരു വഴി കൂടെ ചാടിക്കിടന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള ചിന്തയിലാണ് ഈ വീഡിയോ പോലും ക്ലിക്കാക്കിയത്. അപ്പോൾ നിങ്ങൾ പല കോഴ്സുകൾ ഇപ്പോൾ നമ്മൾ നോക്കിക്കാണും, അല്ലെങ്കിൽ ഏജ് ബാരിയർ ഇല്ലാത്ത കോഴ്സുകൾ, അല്ലെങ്കിൽ എന്ത് പഠിച്ചാൽ പെട്ടെന്ന് പണം കിട്ടും എന്നുള്ളതൊക്കെ നിങ്ങളിപ്പോൾ സെർച്ച് ചെയ്ത് കാണും. ഇതൊക്കെ നിങ്ങളുടെ ബോഡി ഇപ്പം നിങ്ങളെ തന്നെ ചെയ്യിപ്പിക്കുകയാണ്. ഞാൻ അങ്ങനെ തളർന്നു പോയിട്ടില്ല, ഞാൻ വീണ്ടും സെർച്ച് ചെയ്യണം. ആ ഒരു ഫയർ നിങ്ങൾക്കുള്ളത് കൊണ്ടാണ്. വിച്ച് മീൻസ് യു നോർമൽ. ഈ കരയുമ്പം ഈ സങ്കടം വരുമ്പം കരയുന്നതും, അല്ലെങ്കിൽ സന്തോഷം വരുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നതും
ദുഃഖം വരുമ്പോൾ കുറേ നേരം വിഷാദിച്ചിരിക്കുന്നതും ഒന്നും തളർച്ചയുടെ ഭാഗമല്ല. എല്ലാ ഇമോഷൻസും കറക്റ്റായിട്ട് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനോളം ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമില്ല. പക്ഷേ ഇത് കൈവിട്ട് പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളൊരു ഹെൽപ്പ് എടുക്കണം. അതിന് ഒരു നാണക്കേടും വിചാരിക്കരുത്. പക്ഷേ ബാക്കിയുള്ളതൊക്കെ എല്ലാ ഹ്യൂമൻസും ഗോ ത്രൂ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ ഒന്നുമല്ലാത്തതും കരയുന്നതും ചിരിക്കുന്നതും എന്തൊക്കെയോ ഇമോഷൻസ് വരുന്നതും വെറുതെ പൊട്ടിപ്പോകുന്നതും ഒക്കെ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ കുറച്ച് കഥകൾ തന്നെയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങൾ തളർന്നു പോയിട്ടില്ല, എന്നുവെച്ചാൽ തോറ്റവരല്ല. ഇപ്പം നിങ്ങളുടെ മൈൻഡിനുള്ള ഒരു ഒന്നുമില്ലായ്മ എന്നുള്ളത് എക്സോഷൻ പ്ലസ് കൺഫ്യൂഷൻ പ്ലസ് പ്രഷർ, ക്ഷീണം, ആശയക്കുഴപ്പം, സമ്മർദ്ദം, അന്വേഷിച്ച് മടുത്തു, ഒന്നും കിട്ടുന്നില്ല, ആ ഒരു ക്ഷീണം, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഇല്ല, ആശയക്കുഴപ്പം, സമ്മർദ്ദം, ഒബ്വിയസ്ലി സോഷ്യൽ മീഡിയ, ഫ്രണ്ട്സ്, എല്ലാവരുടെയും സമ്മർദ്ദം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? കൺസിസ്റ്റൻസി. ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ കുട്ടികളെ നോക്കുന്നവരാകാം, ഫാമിലി നോക്കുന്നവരാകാം, ജോലി നോക്കുന്നവരാകാം. അപ്പോൾ ഞാൻ ഒരു കാര്യമെന്ന് പറയുന്നത്, ഒന്ന് നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനും, ഒന്ന് നിങ്ങളുടെ കരിയർ ഡെവലപ്മെൻറ്റിനും, ഒന്ന് നിങ്ങളുടെ ഫാമിലി ഡെവലപ്മെൻറ്റിനും, അങ്ങനെ ഈ 3 കാര്യങ്ങൾ ഓരോന്ന് വെച്ച് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ കരിയർ ഡെവലപ്മെൻറ്റിനായിട്ട് ഇപ്പോൾ AI പഠിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു കോഴ്സായിട്ട് പഠിക്കാം. വേറെ ഒന്നും തിങ്ക് ചെയ്യേണ്ട. അല്ലെങ്കിൽ എന്താ പറയുക, സ്വിച്ച് ചെയ്യാം കരിയർ, അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാതിരിക്കാം, ഫ്രീലാൻസിങ് ചെയ്യാം. അങ്ങനത്തെ തോട്ട്സിനൊക്കെ പകരം ഇപ്പോൾ ഉള്ള കരിയർ എങ്ങനെ നമുക്ക് ഒന്ന് ഇമ്പ്രൂവ് ആക്കിയെടുക്കാം, അതിന് ഏതെങ്കിലും ഒരു സ്കിൽ ഇതുപോലെ പഠിക്കാം. ഇനി ഫാമിലി ഡെവലപ്മെൻറ്റ്, കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് കുക്ക് ചെയ്യുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ നല്ല വാക്കുകൾ ഏറെ പറയുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കാം. അങ്ങനെ നിങ്ങൾ ഡെസ്പറേറ്റ്ലി ഒന്ന് ചെയ്ത് നോക്കൂ. ഇനി ഇതുമല്ല, നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് നിങ്ങൾക്കൊരു ദിവസം 2 പേജ്, ഒരു ബുക്കിന് 2 പേജ് വായിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ChatGPTയോട് ചോദിച്ച് തന്നെ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കുറേ യൂട്യൂബ് വീഡിയോ കാണാം. ഇങ്ങനെ നിങ്ങളുടെ മൈൻഡിനെ കാമാക്കുക എന്നുള്ളതും ഒരു അത്യാവശ്യമായ കാര്യമാണ്. അപ്പം ഇതിൽ നമുക്ക് ഒത്തിരി പറയാനുണ്ട്. ഞാൻ കൂടുതൽ പറഞ്ഞില്ല, ഘടിപ്പിക്കുന്നില്ല. വീണ്ടും സന്ധിക്കും വരയ്ക്കും. ബൈ.